ഇസ്രായേലും യുണൈറ്റഡ് നേഷൻസും ചേർന്നിട്ട് ഇപ്പോൾ ഇറാൻ്റെ മേലെ നടത്തുന്ന ആക്രമണത്തിന് 14 ദിവസം തികഞ്ഞു. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇറാൻ അതിശക്തിയായി തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഗൾഫിലുള്ള അവരുടെ താവളങ്ങൾക്കും അതുപോലെ മറ്റു സ്ഥാപനങ്ങൾക്കും കപ്പൽപ്പടക്കമൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഗാസയിലും മറ്റും പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊന്നൊടുക്കിയ നെതന്യാഹുവിന് സ്വന്തം രാജ്യത്ത് അത് തന്നെ അനുഭവിക്കേണ്ടി വന്നിരിക്കുകയാണ്. ടെല്ലവീവിലെ പ്രധാനപ്പെട്ട പല സർക്കാർ കേന്ദ്രങ്ങളും പൂർണ്ണമായിട്ടും ഇറാൻ്റെ ആക്രമണത്തിൽ നശിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നേരിട്ട് TV-യിൽ പ്രത്യക്ഷപ്പെടുന്നത് പോലും നെതന്യാഹു നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഈ യുദ്ധം എങ്ങോട്ടാണ് എന്നുള്ളതാണ്. കാരണം ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചിരിക്കുകയാണ്. അതിലൂടെയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും ഇല്ലാതെയായിരിക്കുന്നു. അതോടുകൂടി തന്നെ നമുക്ക് ഇപ്പോൾ ലോകത്തിലെ എണ്ണ വരവിൻ്റെ 40% ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നത് ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. അതിനാൽ തന്നെ ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ അതിരൂക്ഷമായ ഇന്ധനക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലും ഇതേ അവസ്ഥയാണ്. ക്രൂഡ് ഓയിലിൻ്റെ വില ബാരലിന് ഇപ്പോൾ 100 രൂപ കഴിഞ്ഞിരിക്കുന്നു. യുദ്ധം തുടരുകയാണെങ്കിൽ 200 വരെ എത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ട്രംപ് ഇവിടെ മറ്റു പല രാജ്യങ്ങളിലും ചെയ്തതുപോലെ മഡുറോ എന്ന രാജ്യം തിരഞ്ഞെടുത്ത പ്രസിഡന്റിനെ നിക്കരാഗിയയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഇനി ഞങ്ങളുടെ യുദ്ധം തീർന്നു. അതുപോലെ തന്നെ ഗാസയിലെ 75,000 മനുഷ്യരെ കൊന്നൊടുക്കി 1.5 ലക്ഷം ജനങ്ങളെ തെരുവിലാക്കി ആ പ്രദേശം മുഴുവൻ ചുട്ടരിച്ച ശേഷം പറഞ്ഞു ഞങ്ങളുടെ യുദ്ധം തീർന്നു. അതുപോലെ തന്നെ ട്രംപ് കരുതിയിരുന്നത് ഇറാനെ ഇതുപോലെ തന്നെ ആക്രമിച്ച് നിലംപരിശാക്കിയതിന് ശേഷം ഞങ്ങളുടെ യുദ്ധം തീർന്നു, ഇറാനിലെ ഭരണ സംവിധാനവും എല്ലാം മൊത്തമായി തകർത്തതിന് ശേഷം ഈ എണ്ണ മുഴുവൻ നമ്മുടെ കപ്പലുകൾ കൊണ്ടുപോകാനുള്ള സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞിട്ട് യുദ്ധം തീർന്നു എന്ന് പറയാനാണ് ട്രംപ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ട്രംപ് ഉദ്ദേശിച്ച രീതിയിൽ ഇപ്പോൾ കാര്യങ്ങൾ തീരുന്നില്ല. ഇനി കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിക്കുമെന്നാണ് ഇറാൻ പറയുന്നത്. അതിന് അവർക്ക് പൂർണ്ണമായ അവകാശമുണ്ട്. കാരണം യുദ്ധം ഒരിക്കലും ആരംഭിച്ചത് ഇറാനല്ല. ആണവായുധ നിയന്ത്രണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അമേരിക്കയായിട്ട് നടക്കുന്ന സമയത്ത് 3ാമത്തെ റൗണ്ട് ചർച്ച നടക്കുമ്പോഴാണ് യാതൊരു പ്രകോപനവും ഇല്ലാതെ നേരത്തെ തന്നെ ചെയ്തതുപോലെ നെതന്യാഹു എന്ന ഒരു യുദ്ധ കുറ്റവാളി, ചിലപ്പോൾ ഹിറ്റ്ലറോളം തന്നെ മോശമായിട്ടുള്ള ഒരു യുദ്ധ കുറ്റവാളി ഇറാൻ്റെ നേരെ ആക്രമണം തുടങ്ങുന്നു. അതിനുശേഷം പിന്നെ ഇറാൻ തിരിച്ചടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ യുദ്ധം ആരംഭിക്കാത്ത ഒരു യുദ്ധം അടിച്ചേൽപ്പിക്കപ്പെട്ട രാജ്യമാണ് ഇറാൻ. അപ്പോൾ യുദ്ധം എപ്പോഴും അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കാൻ ഇറാന് തീർച്ചയായും അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ യുദ്ധം അവസാനിപ്പിക്കാമെന്നുള്ള വാഗ്ദാനത്തിലേക്ക് ഇറാൻ പോയിട്ടില്ല. ഇറാൻ 3 പ്രധാനപ്പെട്ട കണ്ടീഷൻസാണ് വെച്ചിരിക്കുന്നത്. അതായത് റഷ്യയുടെയും ചൈന അടക്കമുള്ള മധ്യസ്ഥരുടെ മുന്നിലേക്ക് 3 നിർദ്ദേശങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഈ സ്ഥിതി ഇനി തുടരാൻ പറ്റില്ല. ഇതിന് കൃത്യമായ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകും. അതുപോലെ അമേരിക്കക്ക് ഇറാന് ചുറ്റും ഗൾഫ് മേഖലയിൽ മുഴുവൻ സൈനിക താവളങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് സ്ഥിരമായിട്ട് ഈ ഭീഷണി തുടരാനാവില്ല. അവരുടെ സൈനിക താവളങ്ങൾ അവസാനിപ്പിക്കണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. 3, ഇറാൻ്റെ മുകളിലുള്ള ഈ ഉപരോധങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ 14ാം ദിവസം എത്തുമ്പോഴേക്ക് സംഭവിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ വലിയ സുഹൃത്ത് രാജ്യങ്ങളായും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെയൊക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരുടെ രാജ്യങ്ങളിൽ തന്നെ ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ തോതിലുള്ള പാചകക്ഷാമവും അതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ക്ഷാമവും വന്നുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം പാചകവാതകത്തിൻ്റെയും അതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും വില ഇരട്ടിയിലധികമായി മാറി. ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ മറ്റു പല സാധാരണ നിത്യോപയോഗ വസ്തുക്കൾക്കും വലിയ ക്ഷാമവും അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ യുദ്ധം ഇപ്പോൾ നമുക്ക് പറയാം മനുഷ്യരാശിയുടെ മേൽ നെതന്യാഹു എന്ന യുദ്ധഭ്രാന്തൻ അടിച്ചേൽപ്പിച്ച ഒരു യുദ്ധമാണ് ഈ ഇറാൻ യുദ്ധം. അതിന് അതുപോലെ തന്നെ യുദ്ധക്കൊതിയനായിട്ടുള്ള
ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റ് കൂട്ടുനിൽക്കുകയും ചെയ്തു. അങ്ങനെ ഇവർ രണ്ടുപേരുമാണ് നമുക്ക് ഇറാനിലെ സാധാരണ ജനങ്ങളെയോ അതുപോലെ തന്നെ ഇസ്രായേലിലെ ഇപ്പോൾ ബോംബ് വീണ് മരിക്കുന്ന സാധാരണ ജനങ്ങളെയോ ഈ അമേരിക്കയിലെ ഇതിനെല്ലാം വേണ്ടിയിട്ട് നികുതി പണം ചെലവാക്കുന്ന സാധാരണ മനുഷ്യരെയോ നമുക്ക് ഇതിന് കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ ഈ പറയുന്ന അവർ തിരഞ്ഞെടുത്ത നേതാക്കൾ അവരെ തിരഞ്ഞെടുക്കുമ്പോൾ തികച്ചും തെറ്റായിപ്പോയി. കാരണം ഇപ്പോൾ ട്രംപിനെ പോലെ ഒരു യുദ്ധക്കുതിയനായിട്ടുള്ള ഒരു മനുഷ്യനെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കും. ആ ട്രംപ് വീണ്ടും, പക്ഷെ ട്രംപ് തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സമയത്ത് പറഞ്ഞതാവുന്നതല്ല, അമേരിക്കയുടെ പുറത്തുള്ള എല്ലാ യുദ്ധങ്ങളും ഞാൻ അവസാനിപ്പിക്കും, ഇതുപോലുള്ള വലിയ ഊരാക്കുടുക്കളിൽ ചെന്ന് പെടില്ല എന്ന് പറഞ്ഞ് തുടങ്ങിയ ട്രംപാണ് ഇപ്പോൾ ലോകത്തിലെ എല്ലാ ഊരാക്കുടുക്കളിലേക്കും സ്വയം ചെന്ന് തലവെച്ചൊരുക്കുന്നത്. അതിനാണെന്നുണ്ടെങ്കിൽ അതിന് ഈ പറയുന്ന ഇസ്രായേലി പ്രധാനമന്ത്രിയായിട്ടുള്ള ഇസ്രായേലിൽ അദ്ദേഹം വിചാരണ നേരിടുകയാണ്. അദ്ദേഹത്തിൻ്റെ വിചാരണയിൽ നിന്ന് രക്ഷപ്പെടാനും ഇംപീച്ച്മെന്റിൽ നിന്നും ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഗാസയിലെ യുദ്ധം ആരംഭിച്ചത്. ആ ഗാസയിലെ യുദ്ധം തീർന്ന് വീണ്ടും ഇത്തരത്തിൽ ഇംപീച്ച്മെന്റ് നേരിടുമോ എന്നുള്ളൊരു ഭയത്തിലാണ് വീണ്ടും ഇപ്പോൾ ഇറാനെതിരെയുള്ള യുദ്ധം ആരംഭിച്ചത്. ഈ മനുഷ്യന് ഇംപീച്ച്മെന്റിൽ നിന്ന് രക്ഷപ്പെടാനും ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടിയാണ് ലോകത്തുള്ള പല രാജ്യങ്ങളിലും ഈ ഇസ്രായേൽ എന്ന രാജ്യത്ത് യുദ്ധം ചെയ്യുന്നത്. അപ്പം ഇത് ഒരു വസ്തുതയാണ്. ഈ രീതിയിൽ ഇറാനിൽ സംഭവിച്ചിരിക്കുന്ന മറ്റൊന്നാണ്. ഇറാനിൽ എന്തായിരുന്നു അമേരിക്ക ഉദ്ദേശിച്ചിരുന്നത്? അവിടുത്തെ ഒരു ഭരണമാറ്റമായിരുന്നു. പക്ഷെ എന്നാൽ സംഭവിച്ചെന്താണ്? നേരെ തിരിച്ച് അവിടെ ഇപ്പം നിലവിലുള്ള ഭരണത്തിൻ്റെ അതേ രീതിയിൽ തന്നെയുള്ള ഒരു കൂടുതൽ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഭരണത്തിലേക്കാണ് ഇപ്പോൾ അമേരിക്ക ഇറാനെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ലോകത്തിൽ എല്ലായിടത്തും നാശവും കഷ്ടപ്പാടും മാത്രം വിതക്കുന്ന യുദ്ധങ്ങളാണ് അമേരിക്ക കുറേ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണിത്. അപ്പോൾ നമുക്കറിയാം, കൊറിയ മുതൽ 80കളിൽ കൊറിയ, 70കളിൽ വിയറ്റ്നാം, അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് കാണാം അഫ്ഗാനിസ്ഥാൻ, അതുപോലെ ഇറാഖ്, ലിബിയ, സിറിയ, അങ്ങനെ ഈ ഏഷ്യയുടെ പല ഭാഗങ്ങളിലും വലിയ അസ്വസ്ഥത ഉണ്ടാക്കുകയും അവിടെ മുഴുവൻ അശാന്തിയും അസമാധാനവും ഭരണസ്ഥിരതയില്ലായ്മയും സൃഷ്ടിക്കുകയുമാണ് ഈ കഴിഞ്ഞ ഏകദേശം ഒരു നൂറ്റാണ്ടിൻ്റെ അടുത്തായി, അല്ലെങ്കിൽ ഒരു 75 വർഷമായിട്ട് ഇപ്പോൾ US ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഇറാനിലും ചെയ്തത്. പക്ഷേ ഇറാനിൽ വന്നപ്പോൾ സംഭവം ഇപ്പോൾ ആകെ കളി മാറിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകേണ്ടത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിൽ വന്നു വിട്ടുപോയി വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ അവർക്കുണ്ടാവുകയും ചെയ്തു. ഇറാനിൽ വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവുമില്ലാതെ അവരെ മേലെ അടിച്ചേൽപ്പിച്ചൊരു യുദ്ധത്തിന് അവർ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ വളരെ നിർണായകമാണ് ഈ യുദ്ധത്തിൽ. അതിന് പ്രധാനപ്പെട്ട കാരണം ഇനി എന്താണ് ലോകരാജ്യങ്ങൾ ഈ കാര്യത്തിൽ എടുക്കാൻ പോകുന്ന തീരുമാനം എന്നതാണ്. ഇപ്പോൾ കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്ന റഷ്യയും ചൈനയും എല്ലാം ഇതുപോലെ തന്നെ കാഴ്ചക്കാരെ തുടരുമോ, അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ പങ്കാളികളാമോ എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരത്തിലൊരു സ്ഥിതിവിശേഷം വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ മഹായുദ്ധത്തിനെ ഏതൊക്കെ രാജ്യങ്ങളാണ്, ആരൊക്കെയാണ് അതിജീവിക്കുന്നത് എന്നൊരു ചോദ്യം മാത്രമേ ബാക്കി നിൽക്കുകയുള്ളൂ.